ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് SSC GDയുടെ 17 നവംബർ 2021 സെക്കൻഡ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസിന്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 25 ചോദ്യത്തിനകത്തെ ഫസ്റ്റ് പാർട്ട് ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു 12 ചോദ്യമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം തന്നെ വായിച്ചു നോക്കാം. ആദ്യത്തെ ചോദ്യം എന്തിൻ്റെയാണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും ചേർന്നിട്ടുള്ളൊരു ചോദ്യമാണ്. ഇതിൽ പറയുന്നത് എന്താണ്? The difference between the compound interest and simple interest on a certain sum at 8% per annum for 2 years. For 2 years is 144. അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണെന്ന് പറയുന്നത്. 2 കൊല്ലത്തെ ഡിഫറൻസ് ആണ് 144 എന്ന് പറയുന്നത്. അതായത് ഇപ്പം 2 കൊല്ലത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെയും പെർസെൻറ്റേജസ് നമുക്ക് എഴുതാം. 8% 2 കൊല്ലത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരിക്കും. 8/2 16% ആയിരിക്കും 2 കൊല്ലത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണ്? 8% 2 കൊല്ലത്തേക്കുള്ളത് 16.64%. അതെങ്ങനെ എഴുതിയത്? നമ്മുടെ മറ്റേ സക്സസീവിന്റെ അതേ ഫോമുല ഇട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് 8 പ്ലസ് 8 പ്ലസ് 8 ഇൻറ്റു 8/100. ഇത് ചെയ്യുമ്പോൾ എന്താവും? ഇത് 16 ആവും, ഇത് 64/100 എന്ന് പറയുമ്പോൾ 0.64 ആവും. അങ്ങനെയാണ് സക്സസീവായിട്ട് കൂടുമല്ലേ ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അതായത് ഒരു കൊല്ലം കൂടി അതിന്റെ മേളിൽ പിന്നെ കൂടുന്നു. അതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നടക്കുന്നത്. അങ്ങനെ നമുക്ക് സക്സസീവിന്റെ അതേ ഫോമുലയായിട്ട് നമുക്ക് എന്ത് പറയാം? ഇവിടുത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 16.64 എന്ന് പറയാം. ഇവിടെ പറഞ്ഞു സെയിം സമ്മിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. സെയിം സമ്മിന്റെ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ഈ സെയിം സമ്മിന്റെ ഈ 2 പെർസെൻറ്റേജ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 0.64% അല്ലേ? 0.64/100 എന്ന് പറയുന്നതാണ് എന്ത്? നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ആക്ച്വൽ ഡിഫറൻസ് ആയ 144 എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് സമ്മ് കണ്ടുപിടിച്ചോളേ. സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സമ്മ് എത്ര ആയിരിക്കും അന്നേരം? 144 ഇൻറ്റു 100 ഈ 0.64 ഞാൻ താഴെ 64 എഴുതി കഴിഞ്ഞാൽ മേളിലൊരു 100 കൂടി കൊടുക്കണം. അത്രയേ ഉള്ളൂ. ഇനി ഇതിനെ വെട്ടാം. 8 കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ 8 1 64 18 ആവും. 8 കൊണ്ട് ഇതിനെ വെട്ടിക്കഴിഞ്ഞാൽ 8 ആവും. 8 18 വന്നു. ഇവിടെ ഇനി വെട്ടുമ്പോൾ എന്താ? 9 ആയി. ഇതിനെ വെട്ടിയിട്ട് നമുക്ക് 4 ആവും. 4 കൊണ്ട് ഇതിനെ വെട്ടിക്കഴിഞ്ഞാൽ 25. അന്നേരം എത്ര വരും? 9 × 25 225 പിന്നെ 2 0. 225 2 0 വരുന്നത് ഏതാ? ഓപ്ഷൻ ഡി ആണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇതിനകത്ത് നമുക്ക് അറിയേണ്ടത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 8% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 2 കൊല്ലം എന്ന് പറയുന്നത് സക്സസീവിന്റെ അതേ ഫോമിലാണ് ഉള്ളത്. കാര്യം 8% പ്ലസ് 8 പ്ലസ് 8 ഇൻറ്റു 8/100 ചെയ്യുമ്പോൾ കിട്ടുന്ന ആ 16.64 ആണത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് 16%. ഡിഫറൻസ് ആ 0.64%. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ സിംപ്ലിഫിക്കേഷൻ്റെ ചോദ്യമാണ്. സിംപ്ലിഫിക്കേഷൻ്റെ വലിയ കോംപ്ലിക്കേഷൻ ഇല്ലാത്ത ചോദ്യമാണ്. ഇപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ സൈഡിലെ ബ്രാക്കറ്റ് നമുക്ക് ചെയ്യാം. ഈ ബ്രാക്കറ്റ് നമുക്ക് ചെയ്തു പോകാം. ഇവിടെ മൈനസ് കിടപ്പുണ്ട്. ഇപ്പോൾ ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന എന്താണ്? 3 1/3. 3 1/3 3 പ്ലസ് 1/3 എഴുതിക്കൂടെ? അതേപോലെ മൈനസ് എന്താ കിടക്കുന്നത്? 1 2/3 എന്ന് പറയുന്നത് എന്താണ്? 1 പ്ലസ് 1 2/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 പ്ലസ് 2/3 എന്നാണ് അർത്ഥം. ഈ മൈനസ് കിടക്കുന്നുള്ളത് മൈനസ് അകത്ത് കയറും. -1 മൈനസ് 2/3 എഴുതാം. ഈ 3 1 പറയുന്നത് എന്താവും? 2 ആവും. 1/3 മൈനസ് 2/3 എന്ന് പറയുന്നത് എന്ത് വരും? 1/3 വരും. മൈനസ് 1/3. അതായത് 2 മൈനസ് 1/3 എന്ത് വരും? അതായത് 2 മൈനസ് 1/3 എന്ന് വരും എന്ത്? ഈ ഒരു ബ്രാക്കറ്റ് 2 മൈനസ് 1/3. അതായത് 3 ഇൻറ്റു 2 6 മൈനസ് 1 5/3 കിട്ടും. ആ ബ്രാക്കറ്റ് നമുക്ക് ഈ ബ്രാക്കറ്റ് 5/3 ആയി. പിന്നെ ഇപ്പുറത്തുള്ള ഏതാ? ഇപ്പുറത്ത് ഈ മൈനസിന്റെയും മറ്റേ മൈനസിന്റെ ഇടയ്ക്കുള്ള ഈ ടേമിനെ സോൾവ് ചെയ്യാൻ. ഇതിനകത്ത് തന്നെ ഈ ബ്രാക്കറ്റ് അതിന് സോൾവ് ചെയ്യണം. ബ്രാക്കറ്റ് എങ്ങനെ ചെയ്യാൻ പറ്റും? 5/7 ഡിവിഷൻ 9/14 5/7 ഇൻറ്റു 14/9 എന്ന് എഴുതും. ഈ 7 കൊണ്ട് 14 വെട്ടി കഴിഞ്ഞാൽ 2 ആവും. 10/9 ആയി. അത് എന്തായത്? മൈനസ് 3/4 ഉള്ളപ്പോണ്ട് ഇൻറ്റു 10/9 ആയി. ഈ 3 കൊണ്ട് ഇവിടെ വെട്ടി കഴിഞ്ഞാൽ ഈ 3 പോകും. ഇതിനെ വെട്ടി 5 ആയി. ഇതിനെ വെട്ടി 2 ആയി. അതായത് ഇവിടെ എന്ത് വരും? -5/6 മൈനസ് 5/3 വന്നത് ഈ ടേം സോൾവ് ചെയ്തു. പിന്നെ ബാക്കി ആരാ? 75/30 ആണ്. 75/30 നമുക്ക് എങ്ങനെ വെട്ടാം? 5 കൊണ്ട് വെട്ടാം. 5 കൊണ്ട് വെട്ടി കഴിഞ്ഞാൽ 6 കൊണ്ട് 5 കൊണ്ട് വെട്ടാം. 5 കൊണ്ട് വെട്ടി കഴിഞ്ഞാൽ 15 കൊണ്ട് വെട്ടാം. 15 കൊണ്ട് വെട്ടി കഴിഞ്ഞാൽ 15 ഇൻറ്റു 5 വരും. 15 ഇൻറ്റു 2 വരും. ഇവിടെ എന്തായി? 5/2 വന്നു. ഇനി എന്ത് ചെയ്യണം? ഇവിടെ താഴത്തെ എൽസിയം എടുക്കുക, കുറയ്ക്കുക. ഇപ്പൊ 2 6 3 എൽസിയം എത്ര വരുന്നത്? 6 വരുന്നത്. ഇവിടെ എൽസിയം 6 വരണമെങ്കിൽ ഇതിനെ എന്തുകൊണ്ട് മൾട്ടിപ്പിൾ ആണ്? ഈ ടൈമിനെ 3 കൊണ്ട് മൾട്ടിപ്പിൾ ആണ്. ഇവിടെ എന്താവും? 15 മൈനസ് ഇത് 6 തന്നെ താഴെ 5 അത് കണക്കന്നെ ഇടുക. മൈനസ് ഇവിടെ 3 ആണ് കിടക്കുന്നത്. 3 ആണെങ്കിൽ മേളിൽ 2 കൊണ്ട് മൾട്ടിപ്പിൾ ആണ്. അന്നേരം 10 വരും. 6 വരും. ഇപ്പൊ എന്തായി? 15 മൈനസ് 15 അല്ലേ കിടക്കുന്നത്. അതായത്
0/6 0 എന്ത് ഇവിടെ കിട്ടുന്ന ഉത്തരം. മനസ്സിലായില്ലേ? നമ്മൾ ഓരോന്നിനെയും സെപ്പറേറ്റ് എടുത്ത് ചെയ്താൽ എല്ലാ സ്റ്റെപ്പിലും ഇട്ട് ചെയ്യുവാണെങ്കിൽ ഓരോ തവണ നമ്മൾ സ്റ്റെപ്പ് എഴുതേണ്ടി വരും. ഇതിപ്പം നമുക്ക് ആദ്യം തന്നെ ഇതിനെ സോൾവ് ചെയ്യുക, പിന്നെ ഈ മൈനസിന്റെ കിടക്കുന്ന മറ്റേതിനെ സോൾവ് ചെയ്യുക, പിന്നെ മറ്റേ സോൾവ് ചെയ്യുക, പിന്നെ അവസാനം നമ്മൾ മൈനസ് ചെയ്യുകയോ അഡീഷൻ ചെയ്യുകയോ എന്താണെന്ന് വെച്ചാൽ അന്നേരത്തെ ഇതനുസരിച്ച് ചെയ്താൽ മതി. സെപ്പറേറ്റ് സോൾവ് ചെയ്യുക, അല്ലാതെ എല്ലാ സ്റ്റെപ്പിലും എല്ലാം കൂടി എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല നമുക്ക്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം പറയുന്നത് ആഫ്റ്റർ അപ്ലൈയിങ് സക്സസീവ് ഡിസ്കൗണ്ടിന്റെ ചോദ്യമാണ്. ആഫ്റ്റർ അപ്ലൈയിങ് സക്സസീവ് ഡിസ്കൗണ്ട്സ് ഓഫ് 10% ആൻഡ് 5% ഓൺ ദി മാർക്ക് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഇറ്റ് വാസ് സോൾഡ് ഫോർ 3420. നമുക്ക് മാർക്ക് പ്രൈസ് ആണ് കണ്ടുപിടിക്കുന്നത്. അതായത് മാർക്ക് പ്രൈസിന്റെ ആദ്യം അവർ 10% ഡിസ്കൗണ്ട്, അതായത് മാർക്ക് പ്രൈസിന്റെ 90% ആവത്തില്ല ബാക്കിയുള്ളത്, അത് അവിടെ ഇരുന്നു. പിന്നെന്താ ചെയ്താൽ പിന്നീട് ഒരു 5%, അതായത് മാർക്ക് പ്രൈസിന്റെ 90% വന്നതിന്റെ മേളിൽ പിന്നെ ഒരു 5% ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ബാക്കി എത്ര അതിന്റെ 95% ആയിരിക്കും. ഇതെന്ന് പറയുന്നതാണ് എന്ത് തന്നിരിക്കുന്നത് 3420 തന്നിരിക്കുന്നത്. ഇനി ഇത് സോൾവ് ചെയ്താൽ മാർക്ക് പ്രൈസ് കണ്ടുപിടിക്കാമല്ലോ. ഇവിടെ ഇപ്പം ഇത് വെട്ടി ഇത് 9 കൊണ്ട് ഇവിടെ വെട്ടി കഴിഞ്ഞാൽ എത്ര വരും? 9 3 27 72 38 വരും. 38 വന്നു കഴിഞ്ഞാൽ ഇത് 95-നെ 38-നെ എനിക്ക് 19 കൊണ്ട് ഇടണം. 95 19 × 5 19 × 2 32 38. ഈ 5 കൊണ്ട് ഇനി ഈ 100-നെ ഞാൻ വെട്ടി 20 എന്നാക്കി. അന്നേരം മാർക്ക് പ്രൈസ് എത്ര വരും? ഈ 20-ഉം ഈ 100 കൂടി അപ്പുറത്തോ 20 × 2 20 × 2 എന്താവും? 40 ആവും. പിന്നെ ഈ 100-ന്റെ 2 0 കൂടെ പോകുമ്പോൾ എന്താവും? 4000 ആണ് എന്ത് കിട്ടുന്നത്? നമ്മുടെ മാർക്ക് പ്രൈസ് കിട്ടുന്നത്. നമ്മളിത് പെട്ടെന്ന് നമ്മൾ സോൾവ് ചെയ്ത് അപ്പുറം ഇപ്പുറത്തും വെട്ടി നമ്മൾ സോൾവ് ചെയ്തെടുക്കണം. ഇത് ജസ്റ്റ് സോൾവ് ചെയ്യേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് മാർക്ക് പ്രൈസിൽ നിന്ന് ആദ്യത്തെ ഡിസ്കൗണ്ട് പോയപ്പോൾ മാർക്ക് പ്രൈസിന്റെ 90% ബാക്കിയായി. പിന്നെ അതിൽ നിന്ന് പിന്നെ 5% പോയാൽ അതിന്റെ 95% ബാക്കി വരുന്നത്. അതെന്ന് പറയുന്നതാണ് ഈ 3420. അതിൽ നിന്ന് നമുക്ക് മാർക്ക് പ്രൈസ് കണ്ടുപിടിക്കാം. ഇനി അടുത്ത ചോദ്യം മെൻസുറേഷൻ ചോദ്യമാണ്. ഈ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 12 സ്പിരിക്കൽ ബോൾസിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്. പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം കൂടി ഡ്രോപ്ഡ് ഇൻ എ ബക്കറ്റ് വിച്ച് ഈസ് ഫുൾ ഓഫ് വാട്ടർ അപ് ടു ദി ബ്രിം. അതായത് ഒരു ബക്കറ്റിൽ വെള്ളം നിറഞ്ഞിരിക്കുമായിരുന്നു. ഈ ബോളുകളെല്ലാം അതിനകത്തേക്ക് ഇട്ട് അങ്ങനെ ഇട്ടപ്പോൾ ദ വാട്ടർ ഫ്ലോഡ് ഔട്ട് ഈസ് കളക്ടഡ് ഇൻ എ സിലിണ്ടറിക്കൽ ജാർ ഓഫ് റേഡിയസ് 20 സെന്റിമീറ്റർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റ് ഇൻ സെന്റിമീറ്റർ ഓഫ് വാട്ടർ ഇൻ ദി ജാർ. അതായത് ഒരു സിലിണ്ടറിക്കൽ ജാറിനകത്ത് ഈ വെള്ളത്തെ ഇങ്ങനെ ഒഴിച്ചു. അന്നേരം ഇവിടെ എത്രയോ ഹൈറ്റ് വന്നു. ഈ ഹൈറ്റ് ആണ് നമുക്ക് സിലിണ്ടറിക്കൽ ജാറിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞ കൺസെപ്റ്റ് നമുക്ക് എന്ത് മനസ്സിലാവും? 12 സ്പിരിക്കൽ ബോൾ അവരുടെ വോളിയം ഉണ്ടല്ലോ, ഈ 12 സ്പിരിക്കൽ ബോളിന്റെ വോളിയം ആണെന്ത് ഈ വെളിയിൽ പോകുന്ന വാട്ടറിന്റെ വോളിയമായിട്ട് ഈക്വൽ. അതായത് നിറഞ്ഞിരിക്കുന്ന ഒരു ബക്കറ്റിനകത്തോട്ട് 12 സ്പിരിക്കൽ ബോൾ ഇട്ടു. അന്നേരം കുറച്ച് വെള്ളം വെളിയിൽ പോയി. അന്നേരം ആ പോയ വെള്ളം എന്ന് പറയുന്നത് ഈ വീണ സ്പിരിക്കൽ ബോളിന്റെ വോളിയത്തുമായിട്ട് ഈക്വൽ ആയിരിക്കും. അതാണ് ഇവിടെ നമ്മൾ ഇക്വേഷൻ ആയിട്ട് കണക്ട് ചെയ്യുന്നത്. ആ വെളിയിൽ പോയ വെള്ളമാണ് നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നത്? ഈ സിലിണ്ടറിക്കൽ ജാറിനകത്തോട്ട് വയ്ക്കുന്നത്. അതായത് ആ വെള്ളത്തിന്റെ വോളിയം എന്ന് പറയുന്നത് ഈ സിലിണ്ടറിക്കൽ ജാറിന്റെ അകത്തെ വോളിയം ആയിരിക്കത്തില്ല. ഈ ഹൈറ്റ് വാട്ടറിന്റെ ഹൈറ്റ് വരുന്നിടം വരെയുള്ള വോളിയം ആയിരിക്കും എന്ത്? ഈ വെള്ളത്തിന്റെ വോളിയം. നമുക്ക് രണ്ടിന്റെയും വോളിയം അങ്ങനെ ഇക്വേറ്റ് ചെയ്യാമല്ലോ. അതായത് 12 സ്പിരിക്കൽ ബോൾ വേണം. അതായത് 12 എണ്ണം ഇൻറ്റു ഒരു സ്പിരിക്കൽ ബോളിന്റെ വോളിയം. ഒരു സ്പിരിക്കൽ ബോളിന്റെ വോളിയം എന്താണ്? 4/3 ഇൻറ്റു പൈ ഇൻറ്റു r³ r എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 10 ആണ്. അന്നേരം എത്ര ആവും? 1000 ആവും. ഇത് ഈസ് ഈക്വൽ ടു മറ്റേതാണ് സിലിണ്ടറിക്കൽ ജാർ. അതായത് പൈ ഇൻറ്റു r². r തന്നിട്ടുണ്ട് 400 ഇൻറ്റു h. ഈ h ആണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് എന്ത്? ലെവൽ ഓഫ് ഹൈറ്റ് ഇൻ സെന്റിമീറ്റർ വാട്ടർ ഇൻ ദി ജാർ. പയ്യും പോയി. ഈ 4ഉം ഇതുകൂടി വെട്ടിക്കഴിഞ്ഞാൽ 100 ഈ 0 പോയി. നമുക്ക് ഇത് വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എത്ര? 4 വരും. ഹൈറ്റ് എത്ര കിട്ടും? ഈ 4 ഇൻറ്റു ഈ 10 40 കിട്ടിയത് നമുക്ക് ഹൈറ്റ് എന്ന് പറയുന്നത്. 40 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് കിട്ടുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ 12 സ്പിരിക്കൽ ബോളിന്റെ വോളിയം എന്ന് പറയുന്നതാണ് എന്ത്? ഈ വെളിയിൽ പോയ വെള്ളത്തിന്റെ വോളിയം. ആ വെളിയിൽ പോയ വെള്ളം എവിടെയാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്? സിലിണ്ടറിക്കൽ ജാറിനകത്താണ്. ജാറിന്റെ റേഡിയസ് തന്നിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിന്റെ ഹൈറ്റ് ആണ് എന്ത്? മറ്റേ വോളിയം കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ലിങ്ക്. അത് രണ്ടും ഇക്വേറ്റ് ചെയ്യുക, അതിന് ഹൈറ്റ് കണ്ടുപിടിക്കുക. എന്തായി? അന്നേരം നമുക്ക് 40 എന്ന് കിട്ടിയ എന്ത് ഉത്തരം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ടൈം ആൻഡ് സ്പീഡിന്റെ ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ ചോദ്യമാണ്. ഇപ്പൊ എന്താണ്? രഘു ആൻഡ് രാമൻ സ്റ്റാർട്ട് ടുഗദർ ടു വാക്ക് എ certain equal distance at a speed of 10 km/h and 8 km/h respectively. Raghu arrives 30 minutes before Raman arrives. Find the distance between start and end point. ഇവിടെ ഇപ്പോൾ ഈക്വൽ ഡിസ്റ്റൻസ് പറയുമ്പോഴേ നമുക്ക് ഓർക്കാം സ്പീഡ് റേഷ്യോ എന്ന് പറയുന്നതിന്റെ ഇൻവേഴ്സ് ആയിരിക്കും എന്ത്? ടൈം റേഷ്യോ. സ്പീഡ് റേഷ്യോ എന്തായി?
10:8 എന്ത് സ്പീഡ് റേഷ്യോ 10:8 അതെന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? വെട്ടിക്കഴിഞ്ഞാൽ 5:4 എന്ത് രഘുവിൻ്റെയും രാമന്റെയും സ്പീഡ് റേഷ്യോസ്. ഇത് സ്പീഡ് റേഷ്യോ ആണെങ്കിൽ ടൈം റേഷ്യോ എന്തായിരിക്കും? 4:5 ആയിരിക്കും. അതാണ് ഒരു പ്രോപ്പർട്ടിയാണ്. അതായത് ടൈം ആൻഡ് ഡിസ്റ്റൻസിനകത്ത് ഇപ്പം രണ്ടുപേര് ഒരേ ഡിസ്റ്റൻസ് 2 സ്പീഡിൽ പോകുന്നു, അങ്ങനെയാണെങ്കിൽ അവരുടെ ആ സ്പീഡുകളുടെ റേഷ്യോയുടെ തിരിച്ചെഴുതുന്നതായിരിക്കും എന്ത് നമ്മുടെ ടൈമിന്റെ റേഷ്യോ. ഓക്കെ, ടൈം റേഷ്യോ കിട്ടി. പിന്നെ ഈ ടൈം റേഷ്യോ എന്നാണ് നമ്മൾ ലിങ്ക് ചെയ്യുന്നത്. കാര്യം എന്ത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ? രഘു അറൈവ്സ് 30 minutes ബിഫോർ രാമൻ അറൈവ്സ്. എന്നാൽ ടൈമിന്റെ ഡിഫറൻസ് ആണ് പറയുന്നത്. അതായത് രഘുവിന് അരമണിക്കൂർ കുറവേ എടുത്തുള്ളൂ. അതായത് 5 നിന്ന് 1 അല്ലേ ഇവിടെ റേഷ്യോയിൽ എത്ര കുറവ്? റേഷ്യോയിൽ 1 കുറവ്. റേഷ്യോയിൽ ഈ 1 പറയുന്നതാണ് യഥാർത്ഥത്തിലുള്ള അരമണിക്കൂർ. 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ. അതായത് റേഷ്യോയിൽ 1 എന്ത് അരമണിക്കൂർ. നമുക്ക് അറിയേണ്ട എന്താണ്? റേഷ്യോയിലെ ഈ 4 അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രഘുവിന്റെ സമയം അറിയാം. റേഷ്യോയിലെ 4 എത്രയാണ്? 2 മണിക്കൂർ എന്ന് കിട്ടും. അതായത് രഘു പോയ സമയമാണെന്ത് 2 മണിക്കൂർ. രഘുവിന്റെ ഡിസ്റ്റൻസ് രഘുവിന്റെ സ്പീഡ് നമുക്ക് എത്ര അറിയാം? 10 km/h എന്ന് അറിയാം. രഘുവിന്റെ സ്പീഡ് ഉണ്ട്, ഡിസ്റ്റൻസ് അല്ലേ നമുക്ക് കണ്ടുപിടിക്കണം. എന്താണ്? സ്റ്റാർട്ട് ടു എൻഡ് പോയിന്റ് ഡിസ്റ്റൻസ്. രണ്ടുപേരും ഒരേ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ആരെങ്കിലും ഒരാളുടെ ഡിസ്റ്റൻസ് പിടിച്ചത്. രഘുവിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് സ്പീഡ് ഇൻറ്റു ടൈം ആയിരിക്കും. സ്പീഡ് ഈക്വൽ ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? സ്പീഡ് നമുക്ക് എത്ര അറിയാം? 10 എന്നറിയാം. ഇവിടെ എത്രയാണ് ടൈം വന്നിരിക്കുന്നത്? എത്രയാണ്? 2 മണിക്കൂർ. 10 × 2 20 കിലോമീറ്റർ ആണെന്ത് രഘുവിന്റെ ഡിസ്റ്റൻസ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ സെയിം ഡിസ്റ്റൻസ് ആണെന്ന് സ്റ്റാർട്ട് ടു എൻഡ് പോയിന്റ്. കാര്യം രണ്ടുപേരും ഒരേ ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, അതായത് സ്പീഡ് റേഷ്യോന്റെ ഇൻവേഴ്സ് എടുക്കുക, അതാണ് ടൈം റേഷ്യോ. എന്നിട്ട് നമുക്ക് തന്നിരിക്കുന്നതാണ് രഘു 30 മിനിറ്റ് മുന്നേ രാമന് മുന്നേ എത്തും. അന്നേരം അവരുടെ ആ റേഷ്യോയിലെ ഡിഫറൻസ് ആണ് യഥാർത്ഥത്തിലുള്ള 30 മിനിറ്റ്. നമുക്ക് അങ്ങനെ റേഷ്യോയിലെ 4 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ രഘുവിന്റെ യഥാർത്ഥ ടൈം കിട്ടും. രഘുവിന്റെ യഥാർത്ഥ ടൈം കിട്ടിക്കഴിഞ്ഞാൽ രഘുവിന്റെ യഥാർത്ഥ സ്പീഡ് ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് രഘു ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കിട്ടും. അതാണ് നമ്മുടെ സ്റ്റാർട്ട് ആൻഡ് എൻഡ് പോയിന്റിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്താ പറഞ്ഞേക്കുന്നത്? സം ഓഫ് 2 നമ്പേഴ്സ് എം ആൻഡ് എൻ ഈസ് എം എന്നാണ്. എം എന്നിനെക്കാളും ഗ്രേറ്റർ എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയാൻ ദെയർ ഡിഫറൻസ് ഈസ് 6. നമുക്കറിയേണ്ട റേഷ്യോ ഓഫ് 2 നമ്പേഴ്സ് ആണ് അറിയുന്നത്. എം പ്ലസ് എൻ എത്ര എന്ന് പറഞ്ഞേക്കുന്നത്? 84 ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞ ഡിഫറൻസ് 6 എന്ന് പറയുന്നതുകൊണ്ട് എം ആണ് ഗ്രേറ്റർ. അതായത് എം ഗ്രേറ്റർ ആണെങ്കിൽ ഡിഫറൻസ് എന്തായിരിക്കണം? എം മൈനസ് എൻ എന്ന് പറയുന്നത് എത്രയാണ്? 6 എന്നും പറയുന്നുണ്ട്. നമ്മളിത് ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്, ക്ലാസ്സസിൽ കണ്ടിട്ടുണ്ടായിരിക്കും. എ പ്ലസ് ബി എന്ന് പറയുന്ന സാധനവും എ മൈനസ് ബി എന്ന് പറയുന്ന സാധനവും 2 ഇക്വേഷൻ വരുവാണെങ്കിൽ ഈ പറയുന്ന എ എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ, അതായത് എം എന്ന് പറയുന്നത് ഇത് രണ്ടും ഈ 2 സ്ഥലവും കൂടി കൂട്ടുക, 84 6 കൂടി കൂട്ടുക, അതിന്റെ പാതി എടുക്കുക. അതായത് എം എന്ന് പറയുന്നത് 84 + 6 90ന്റെ പാതിയായ 45 വരും. എൻ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഈ പ്ലസ് ഉള്ള ഇക്വേഷൻ മൈനസ് ഉള്ള, അതായത് 84 നിന്ന് 6 പോയി കഴിഞ്ഞാൽ 78/2 39 വരും. ഓക്കെ, എൻ എത്ര കിട്ടി? 39 വരും. ഇതെന്ന് പറയുന്നത് ഇതിന്റെ ഡെറിവേഷൻ ആയിട്ട് പറയുവാണെങ്കിൽ എന്താണ്? ഈ 2 ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യണം. 1 ഉം 2 എന്ന് പറഞ്ഞ ഇക്വേഷനെ സോൾവ് ചെയ്യാം. 1 + 2 ചെയ്യുമ്പോൾ എന്ത് വരും? ഈ 2 ഇക്വേഷനോട് കൂട്ടാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൂട്ടുമ്പോൾ എന്ത് വരും? എം പ്ലസ് എന്നും പ്ലസ് എം മൈനസ് എൻ വരും. ഈക്വൽ ടു 84 6 90 വരും. ഈ എന്നും പോയി കഴിഞ്ഞാൽ 2m എന്ന് പറയുന്നത് എത്ര വരും? 90 വരും. എം എന്ന് പറയുന്നത് 90ന്റെ പാതിയായ 45 എന്ന് കിട്ടും. അതേപോലെ നമ്മൾ എൻ കണ്ടുപിടിക്കുന്നത് 1 - 2 ഇടുമ്പോൾ നമുക്ക് എൻ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് എം പ്ലസ് എൻ മൈനസ് എം പ്ലസ് എൻ എന്ന് വരും. കാര്യം മൈനസ് ഓഫ് എമ്മും മൈനസ് ഓഫ് മൈനസ് എൻ പ്ലസ് എൻ ആവും. ഇസ് ഈക്വൽ ടു 84 നിന്ന് 6 പോയി കഴിഞ്ഞാൽ 78 വരും. ഈ എമ്മും മൈനസ് എമ്മും പോയി കഴിഞ്ഞാൽ 2n ആണ് 78 വരുന്നത്. എൻ എത്ര കിട്ടും? അന്നേരം 39 കിട്ടും. ഇത് നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ ഒരു ഫോമിൽ വരുമ്പോൾ ഡയറക്റ്റ് നമ്മൾ ഇങ്ങനെ രണ്ടും കൂടി കൂട്ടുക, അതിന്റെ പാതിയാണെന്ത് എം എന്ന് പറയുന്നതും, രണ്ടും കൂടി കുറയ്ക്കുക, അതായത് പ്ലസ് ഉള്ള ഇക്വേഷൻ നിന്ന് നെഗറ്റീവ് ഉള്ള ഇക്വേഷൻ കുറയ്ക്കുക, അതിന്റെ പാതിയാണെന്ത് 31. പ്ലസ് ഉള്ള ഇക്വേഷൻ പറഞ്ഞാൽ എൻ പ്ലസ് എന്നിന്റെ കാര്യം പറഞ്ഞത്. എം മൈനസ് എന്നാണ് മൈനസ് ഉള്ള ഇക്വേഷൻ. ഇപ്പൊ എം എന്നും കിട്ടി. നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താണ്? റേഷ്യോ ഓഫ് 2 നമ്പേഴ്സ്. അതായത് എം ഈസ് ടു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് 45:39. ഇത് 3 കൊണ്ട് വെട്ടാം. 3 കൊണ്ട് കഴിഞ്ഞാൽ 15:13 കിട്ടും. ഇതാണ് എന്ത് നമ്മുടെ ഉത്തരം. ഇത് നമ്മൾ ടൈം ആൻഡ് ഡിസ്റ്റൻസ് അതൊക്കെ സ്ഥിരം ഉപയോഗിക്കുന്നത്. ബോട്ട് ആൻഡ് സ്ട്രീമിൽ സ്ഥിരം ഉപയോഗിക്കുന്നത്. ബോട്ട് പ്ലസ് ഡൗൺ സ്ട്രീം ഔട്ട് സ്ട്രീം അപ് സ്ട്രീം സ്പീഡും വരുമ്പോൾ സ്ഥിരം ഉപയോഗിക്കുന്നതാണ് ഈ എം പ്ലസ് എൻ എം മൈനസ് എൻ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം സ്പീഡ് ഓഫ് എ ട്രെയിൻ. ഓക്കെ, ഇത് പറഞ്ഞു സ്പീഡ് ഓഫ് എ ട്രെയിൻ ഈസ് 110 km/h. അത് ഇറ്റ് ഈസ് ഇൻക്രീസ് ബൈ 20%
then runs at uniform speed. The train driver sees the slow down sign, so he reduces the speed of the train by 40%. The 40% of the speed at that moment. What is the final speed? നമ്മൾ ഇതിപ്പോൾ യഥാർത്ഥത്തിൽ ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ ക്വസ്റ്റിനെ അല്ല, ഇത് സത്യം പറഞ്ഞ പെർസെൻറ്റേജിന്റെ ക്വസ്റ്റ്യൻ ആണിത്. കാര്യം എന്താ പറഞ്ഞിരിക്കുന്നത്, ട്രെയിനിന്റെ സ്പീഡ് 110 കിലോമീറ്റർ ആയിരുന്നു, അയാൾ എന്ത് ചെയ്ത് 20% കൂട്ടി. 110 കിലോമീറ്റർ 20% കൂടുമ്പോൾ എന്തായി, അത് ഇൻറ്റു 120/100 ആകും അല്ലേ. പിന്നെന്താ പറഞ്ഞ ഇങ്ങനെ യൂണിഫോം സ്പീഡിൽ പോയി. പിന്നെ സ്ലോ ഡൗൺ സൈൻ കണ്ടപ്പോൾ അയാൾ സ്പീഡ് കുറച്ചു, 40% റെഡ്യൂസസ് ദി സ്പീഡ് ഓഫ് ദി ട്രെയിൻ ബൈ 40%. അതായത് 40% കുറച്ചു സ്പീഡ്. എപ്പോഴത്തെ സ്പീഡ്, ആ മൊമെന്റിൽ ഉണ്ടായ സ്പീഡിന് 40% കുറച്ച്. അതായത് ഇതാണ് ഈ ഒരു ഫുൾ വാല്യൂ ആണെന്ത്, ആ മൊമെന്റിൽ ഉണ്ടായ സ്പീഡ്. അതിന്റെ 40% കുറച്ച് ബാക്കി എത്ര വരും, ബാക്കി 60/100 വരും. നമുക്ക് ഇപ്പൊ ഈ കുറച്ചപ്പോൾ കിട്ടിയ ഈ വാല്യൂ ആണെന്ത്, നമ്മുടെ ഉത്തരം അല്ലേ. 20% കൂടി, പിന്നെ ഒരു സ്ഥലത്ത് സ്ലോ ചെയ്യാൻ നേരി 40% കുറച്ചു. ഇതിനെ സോൾവ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണെന്ത്, നമ്മുടെ ഉത്തരം. സോൾവ് ചെയ്യുമ്പം ഈ 0 കൂടി ചേർന്ന് ഈ 100 അങ്ങ് പോയി, പിന്നെ ഈ 0 പോയി. ഓക്കെ, ഇവിടെ എന്തായാലും പോയിന്റ് വരും. അന്നേരം ഇവിടെ ഇപ്പം 10 120, ഓക്കെ, ഇത് 72 വരും. 6 × 12 72 × 11/10 വരും. 72 എന്താണ്, 72 2 9 792 വരും. ഈ ബൈ 10 ആയതുകൊണ്ട് 79.2 എഴുതാൻ പറ്റും. 79.2 ആണ് എന്ത്, ഉത്തരം. അതായത് 792/10 ആണ്. അതിനെ നമ്മൾ 79 ഒരു പോയിന്റ് ഇങ്ങോട്ട് ഇട്ടാൽ പോരും ബൈ 10 വരുമ്പോൾ. 79.2 ആണ് എന്ത്, നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഇവിടെ പെർസെൻറ്റേജിന്റെ ചോദ്യം വരുന്നു. കാര്യം ഇത്ര 20% കൂടി, പിന്നെ 40% കുറഞ്ഞു, ബാക്കി ഇത്ര 60% കാണും. അങ്ങനെയാണ് ഈ ചോദ്യം ചെയ്യുന്നത്. അടുത്ത ചോദ്യം പറഞ്ഞിരിക്കുന്നത് ആവറേജ് ഓഫ് 24 persons ഇൻ എ ഗ്രൂപ്പ് ഈസ് 72 കിലോ എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നതാണ് 3 persons വിത്ത് ആവറേജ് വെയിറ്റ് 78 kg ലീവ് ദ ഗ്രൂപ്പ് ആൻഡ് 4 persons ഓഫ് ആവറേജ് വെയിറ്റ് 75 kg ജോയിൻ ദ ഗ്രൂപ്പ്. then what will be the average weight in kilogram of the persons in the group? ഇത് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ ആദ്യത്തെ ആവറേജ് നമ്മൾ ബേസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. പിന്നെ എന്താ പറയുന്നത്, ഇതിനകത്ത് 3 പേര് ആവറേജ് വെയിറ്റ് 78 കിലോ ഉള്ളവർ പോയി. 3 പേര് പോകുന്നുണ്ട്, -3 ഇൻറ്റു ആവറേജ് വെയിറ്റ് എത്ര ആയിരുന്നു, 78 ആയിരുന്നു. നമ്മൾ ബേസ് ആയിട്ട് 72 കണക്കാക്കിയത്. 72 നിന്ന് 78 എത്ര കൂടുതൽ, 72 നിന്ന് 6 കൂടുതൽ. അതായത് 3 പേര് പോകുന്നു, അതായത് അവർ അധികം കൊണ്ടുവന്ന്, ഓരോരുത്തരും 6 അധികം കൊണ്ടുവന്നുണ്ട്. 6 പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ 6 തന്നെ ഇട്ടു. പിന്നെന്താ പറയുന്നത്, പിന്നെ 4 പേര് വരുവാണ്. 4 പേര് ഓഫ് ആവറേജ് വെയിറ്റ് 75 kg ജോയിന്റ് ഗ്രൂപ്പ്. 4 പേര് വരുന്നുണ്ട് +4 ഇൻറ്റു എത്ര ആയിരുന്നു അവരുടെ ആവറേജ് വെയിറ്റ്, 75 കിലോ ആയിരുന്നു. നമ്മൾ 72 ബേസ് ആയിട്ട് എടുത്തത്. 72 നിന്ന് എത്ര കൂടുതലാണ് ഇങ്ങോട്ട്, ഇവിടേക്ക് 3 കൂടുതലാണ്. അതായത് ഈ 4 പേരും എത്രയാണ് അധികം കൊണ്ടുവരുന്നത്, 3 ആണ് അധികം കൊണ്ടുവരുന്നത്. ഇതിപ്പോ ചെയ്യുമ്പോൾ എന്താവും, ഇതിപ്പോ നമ്മൾ ഈ 6 എന്ന് പറയുന്നത്, ഈ 3 എന്ന് പറയുന്നത് സമ്മിൽ കൂടുന്ന സാധനങ്ങളാണ് നമ്മൾ പറയുന്നത്. അതായത് 3 പേര് 6 വെച്ച് അധികം കൊണ്ടുവന്ന് വെച്ചാൽ സമ്മിൽ 3 പേരുടെ 6 അവർ കൊണ്ടുപോയി, പോയവർ കൊണ്ടുപോയി, വന്നവര് അധികം 3 വെച്ച് 4 പേര് കൊണ്ടുവന്ന്. ഇവിടെ ഇപ്പൊ എന്താവും, -18 12, അതായത് -6 എന്നിട്ട് ഈ -6 എന്ന് പറഞ്ഞാൽ, അതായത് 3 പേര് നേരത്തെ ഉള്ള 24 പേരിൽ നിന്ന് പോയിട്ട് 4 പേര് വരുമ്പോൾ യഥാർത്ഥത്തിൽ സമ്മിൽ 6 കുറവുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. സമ്മിൽ 6 കുറവാണെങ്കിൽ അത് ആവറേജ് കുറവാണെങ്കിൽ എന്ത് ചെയ്യണം, ബാക്കി അന്നേരം ഉള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഈ 6 എന്ന് പറയുന്നത് വീതിച്ചു കൊടുക്കണം അല്ലേ. അന്നേരം ബാക്കി എത്ര പേരുണ്ടെന്ന് അറിയണ്ടേ, നമ്പർ ഓഫ് പേഴ്സൺസ് അറിയണ്ടേ. കാര്യം ആദ്യമേ 24 പേരുണ്ടായിരുന്നു, അതിൽ നിന്ന് 3 പേര് പോയി, പിന്നെ പകരം ആര് വന്ന്, 4 പേര് വന്ന്. അതിൽ ഇപ്പൊ എത്ര പേരാണ് ഉള്ളത്, 25 പേരാണ് എന്ത് ഇപ്പോൾ ഉള്ളത്. അതായത് ഈ 6 കുറവുള്ളത് 25 പേർക്കും കുറയ്ക്കുമ്പോഴാണ് എന്ത്, 6 കുറവുള്ളത് 25 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ആ വരുന്ന സാധനം നമ്മൾ ഈ ആവറേജ്, നമ്മുടെ ഈ 72 ബേസ് കൺസിഡർ ചെയ്ത ആവറേജ് ഇല്ലേ, അതിൽ നിന്ന് കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും, പുതിയ ആവറേജ് കിട്ടും. അതായത് 6/25 ചെയ്യുമ്പോൾ എത്ര കിട്ടും, 25 എന്ന് പറഞ്ഞാൽ മേളിലും താഴെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് താഴെ അങ്ങ് 100 ആക്കാം. അതായത് ഇത് എത്ര ആവും, 24/100 എന്ന് വരും. 24/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി, 0.24 എന്ത് ചെയ്യണം, കുറയ്ക്കണം. 0.24 നേരത്തെ 72 നിന്ന് കുറയ്ക്കണം. അതായത് ന്യൂ ആവറേജ് എന്ന് പറയുമ്പോൾ എന്ത് വരും, ന്യൂ ആവറേജ് എന്ന് പറയുന്നത് 72 നിന്ന് -0.24 കുറയ്ക്കണം. അതായത് 71.24 കുറയുമ്പോൾ നമുക്കറിയാം 76 ആവും. 1 കുറയുമ്പോൾ 71.76 എന്ന് പറയാം നമുക്ക്. അതിനെ 71.76 എന്ത് ഇവിടുത്തെ ഉത്തരം. ഇവിടെ ചെയ്തെങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നുകൂടി ഒന്ന് ഓടിച്ച് പറയാം. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ 72 ആദ്യം തന്നിരിക്കുന്ന ആവറേജിനെ ബേസ് ആയിട്ട് കൺസിഡർ ചെയ്തു. പിന്നെ പറഞ്ഞു 3 പേര് പോയി 4 പേര് വന്നു. ഈ പോയ 3 പേര്
78 കിലോ ആയിരുന്നു അവരുടെ ആവറേജ്. അതായത് ഓരോരുത്തരും നേരത്തെ ആവറേജിൽ നിന്ന് എത്ര കൂടുതലുണ്ടായിരുന്നു? 6 കൂടുതലുണ്ടായിരുന്നു. അതായത് 6 × 3 ആണെന്ത് സമ്മിൽ കൂടുതലുണ്ടായിരുന്നു. പക്ഷെ അവർ പോകുക ചെയ്തത്, അതുകൊണ്ട് അവിടെ മൈനസ് വരും. പിന്നെ വന്നതാരാ? 4 പേര്. 4 പേര് 75 കിലോ ആവറേജായിട്ട് വന്നത്. അതായത് അവർക്ക് നേരത്തേതിനെക്കാട്ടി 3 കൂടുതലാണ്. അതായത് 4 പേര് 3 അധികമായിട്ടാണ്, അതായത് 12 തമ്മിൽ അധികം കൊള്ളുന്നത്. അതായത് ഈ പോയവരും വന്നവരും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ എത്ര കിട്ടും? 6 മൊത്തത്തിൽ നമുക്ക് സമ്മിൽ കുറവാണെന്ന് മനസ്സിലായി. ഈ 6 കുറവാണെങ്കിൽ പുതിയ ആവറേജ് നേരത്തേതിനെക്കാട്ടിയും കുറയും. ഈ 6 കുറവാണ്. 6 കുറവാണെങ്കിൽ ഇത് ബാക്കി അന്നേരം ഉള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ വാല്യൂ നമ്മൾ ആവറേജിൽ നിന്ന് കുറച്ചാൽ മതി. എന്ത്? പുതിയ ആവറേജ് കണ്ടുപിടിക്കാൻ. അന്നേരം ഉള്ള ആൾക്കാർ ആരൊക്കെയാണ്? 24 പേരുണ്ടായിരുന്നു. അതിൽ നിന്ന് 3 പേര് പോയി, പിന്നെ 4 പേര് വന്ന്. അന്നേരം 25 പേരാണ് ബാക്കിയുള്ളത്. അന്നേരം 6/25 ചെയ്യുമ്പോൾ 0.24. 0.24 നേരത്തെ ആവറേജ് ആയ 72 നിന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ 71.76 എന്ന് കിട്ടും. ഇതാണ് പുതിയ ആവറേജ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്താ പറയുന്നത്? ലെറ്റ് എക്സ് ബി ദി നമ്പർ ബിറ്റ്വീൻ 1420 ആൻഡ് 1780 സച്ച് ദാറ്റ് എക്സ് ഈസ് ഡിവൈഡഡ് ബൈ വെൻ എക്സ് ഈസ് ഡിവൈഡഡ് ബൈ 10, 15, 24, 32 ദ റിമൈൻഡർ ഇൻ ഈച്ച് കേസ് ഈസ് 7. സം ഓഫ് ഡീറ്റ് ഓഫ് എക്സ് LCM HCF ആണ്. ഇപ്പം പറഞ്ഞിരിക്കുന്നതാണ് ഈ 10, 15, 24, 32 കൊണ്ട് ഈ പറയുന്ന എക്സ് എന്ന് പറയുന്ന നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 7 റിമൈൻഡർ കിട്ടും. ഈ എക്സ് എന്ന് പറയുന്ന നമ്പർ പിന്നെ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? 1420 1780 ഇടയ്ക്കാണെന്ന് പറയുന്നുണ്ട്. ആദ്യം തന്നെ ഈ 10, 15 ഈ 4 നമ്പേഴ്സ് ഉണ്ടല്ലോ, 10, 15, 24, 32 ഈ 4 നമ്പേഴ്സിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ചെറിയ, കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറയുന്നത് ഇവരുടെ LCM ആയിരിക്കും. അതായത് ഇവരുടെ LCM എടുക്കണം. നമ്മൾ LCM എങ്ങനെയാണ് എടുക്കുന്നത്? നമ്മൾ ഏറ്റവും ചെറിയ സംഖ്യയും ഏറ്റവും വലിയ സംഖ്യയും ചെക്ക് ചെയ്ത് നോക്കും. LCM നിങ്ങൾക്ക് പല രീതിയിൽ എടുക്കാം. ഇത് ക്ലാസ് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ, അത് നിങ്ങൾ വീഡിയോ നോക്കിയാൽ അറിയാം. LCM പല രീതിയിൽ നമുക്ക് എടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ വേറൊരു മെത്തേഡിലാണ് എടുക്കുന്നത്. ഇവിടെ ക്ലാസ്സിൽ കൊടുത്തേക്കുന്ന ഒരു മെത്തേഡിലാണ് എടുക്കുന്നത്. 10, 32 ചെക്ക് ചെയ്തു. 10, 32 ചെക്ക് ചെയ്യുമ്പോൾ എന്താണ്? 10 കൊണ്ട് ഈ വലിയ നമ്പറായ 32 ഡിവൈഡ് ചെയ്യാൻ ഒക്കത്തില്ല. ഏറ്റവും ചെറിയ സംഖ്യ ഏറ്റവും വലിയ സംഖ്യയാണ് നോക്കിയത്. 10 കൊണ്ട് 32 ഡിവൈഡ് ചെയ്യാൻ ഒക്കത്തില്ല. അങ്ങനെ 10നെ സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ? 2 × 5 എഴുതും. എന്നിട്ട് ഈ 5 കൊണ്ട് 32 ഡിവൈഡ് ചെയ്യാൻ പറ്റും നോക്കും. ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഈ 2 കൊണ്ട് പറ്റും. ഈ 2 കൊണ്ട് വരും. ഈ 2 32 ഓൾറെഡി ഉണ്ട്. അന്നേരം ബാക്കി ആരാ? ഈ 5 അല്ലേ ഉള്ളത്. ഈ 5 കൊണ്ട് നമ്മൾ ഈ 32നെ മൾട്ടിപ്ലൈ ചെയ്യും. അന്നേരം എന്തായി? 32 × 5 എന്നുള്ള 160 എന്നുള്ള വാല്യൂ ആവും. പിന്നെ നമ്മൾ ഈ 160നെയാണ് ചെക്ക് ചെയ്യേണ്ടത്. 15 കൊണ്ട് ഇത് നമ്മൾ പെട്ടെന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് നമ്മൾ പെട്ടെന്ന് ചെയ്തു പോകും. 15 കൊണ്ട് പിന്നെ 160നെ ചെക്ക് ചെയ്ത് നോക്കും. 15 കൊണ്ട് 160നെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ 15നെ എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. 15 സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ എഴുതും? 3 × 5 എന്ന് എഴുതും. ഈ 5 കൊണ്ട് 160നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. 5 കൊണ്ട് 160നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അന്നേരം എന്ത് ചെയ്യും? ഇപ്പുറത്തെ 3 കൊണ്ട് എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. 3 കൊണ്ട് 160നെ മൾട്ടിപ്ലൈ ചെയ്യും. 160 × 3 ചെയ്യുക, 480 വന്നു. ഇനി നമ്മൾ ഈ 480നാണ് ഇരിക്കുന്നത്. ബാക്കി ആരാ ഉള്ളത്? 24 ഉള്ളത്. 24 കൊണ്ട് 480നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് എന്തായി? 480 നമ്മുടെ അവസാനത്തെ സംഖ്യ വന്നത്. അതായത് LCM നമ്മൾ എത്ര കണ്ടുപിടിച്ചു? LCM എന്ന് പറയുന്നത് 480 കിട്ടി. LCM 480 വന്നു. അതായത് ഈ 480ന്റെ ഏതൊരു മൾട്ടിപ്പിളും ആരെ കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും? ഈ 10 കൊണ്ടും 15 കൊണ്ടും 24 കൊണ്ടും 30 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കും. അതായത് ഈ 480ന്റെ ഏതൊരു മൾട്ടിപ്പിളിനെ 480 × K എന്ന് ഞാൻ കൊടുത്തു. K എന്ന് പറയുന്നത് ഏതൊരു കോൺസ്റ്റന്റും ആകാം. 480ന്റെ ഏതൊരു മൾട്ടിപ്പിളും എന്നായില്ലേ? അതേ പ്ലസ് അത് ഇപ്പൊ ഈ ഒരു വാല്യൂവിനെ 480Kനെ 10 കൊണ്ടും 15 കൊണ്ടും 24 കൊണ്ടും 32 കൊണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആയിരിക്കും വരുന്നത്. ഇപ്പൊ റിമൈൻഡർ 7 വരണം എന്ന് പറയുന്നു. 7 വരണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന വാല്യൂയുടെ കൂടെ 7 കൂട്ടിയാൽ പോരെ. 7 കൂട്ടിയാൽ നമ്മൾ ഈ ഒരു ഫുൾ വാല്യൂവിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? റിമൈൻഡർ 7 വരും. അതായത് ഇപ്പൊ ഈ എഴുതിയേക്കുന്ന 480K + 7 എന്ന് പറയുന്നത് നമ്മുടെ എക്സിന്റെ ഒരു ജനറൽ ഫോമുല, നമ്മുടെ നമ്പറായ എക്സിന്റെ ഒരു ജനറൽ ഫോമുലയാണ്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ്? ഇനിയാണ് ക്വസ്റ്റിന്റെ ഫസ്റ്റ് പാർട്ടിന്റെ ഉപയോഗം. അതായത് 1420ന്റെയും 1780ന്റെ ഇടയ്ക്കുള്ള നമ്പർ ആയിരിക്കണം അത് എക്സ്. അതായത് കെക്ക് നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കണം. അതായത് കെക്ക് ഇടുന്ന വാല്യൂ മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പം ഈ 1420ന്റെയും 1780ന്റെ ഇടയ്ക്കായിരിക്കണം. കെക്ക് ഇപ്പം 3 ഇട്ട് കൊടുത്താൽ നമുക്കറിയാം എന്തായാലും ആ റേഞ്ച് വരും. 4 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1900 അടുപ്പിച്ച് പോകും. കാര്യം 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 96, 900 അങ്ങനെ പോകും. 4 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് 2, 3, 1920 വരും. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞാൽ 3 കൊണ്ട് തന്നെ ഉണ്ട്. അതായത് കെയുടെ വാല്യൂ എത്ര കൊടുക്കും? 3 കൊടുത്തു നോക്കും. 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായി? 3, 0, 4, 14, 40 പ്ലസ് 7 ആവും എന്ത്? എക്സിന്റെ വാല്യൂ. എക്സിന്റെ വാല്യൂ എന്തായി? 14, 47 ആയി. ഇതായി എന്ത്? ഇതിപ്പോ എന്താ? 14, 47 എന്ന് പറഞ്ഞാൽ 1420ന്റെയും 1780ന്റെയും ഇടയ്ക്കുള്ള നമ്പർ. കാരണം നമ്മുടെ നമ്പർ കിട്ടി. ചോദിച്ചിരിക്കുന്നത് എന്താണ്?
എക്സിന്റെ ഡിജിറ്റുകൾ സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് എക്സ് ആണ്. അതായത് ഇപ്പം ഇതിന്റെ ഡിജിറ്റുകൾ സം എന്താണ് 1 + 4 + 4 + 7. ഇപ്പൊ 8 1 9 7 16 ആണ് എന്ത് കിട്ടുന്നത്, ഇതിന്റെ ഡിജിറ്റുകളുടെ സമ്മായിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇതിനകത്ത് ഇപ്പൊ എന്താ ചെയ്യുന്നത് ഒന്നുകൂടി പറയാം. നമ്മൾ ആദ്യം തന്നെ LCM കണ്ടുപിടിച്ചു. പിന്നെ LCMന്റെ ഏതൊരു മൾട്ടിപ്ലൈ + 7 ആയിരിക്കും നമ്മുടെ നമ്പറിന്റെ ജനറൽ ഫോർമുല. എന്നിട്ട് നമ്മൾ കെക്ക് വാല്യൂ ട്രയൽ ആൻഡ് എററിൽ നോക്കണം. നമ്മൾ ഡയറക്റ്റ് 4 ഇട്ട് നോക്കി. 4 ഇട്ട് നോക്കുമ്പോൾ എന്താണ് 4 × 480 എന്ന് പറയുമ്പോൾ എത്ര വരും? 0 2 19 20. 19 20 എന്ന് പറയുമ്പോൾ 17 80 മേളിലാണ്. അന്നേരം 4 അല്ലെന്ന് മനസ്സിലായി. 4 അല്ലെങ്കിൽ പിന്നെ ബാക്കി അതിന്റെ താഴെയുള്ള 3 ഉള്ള 3 ഇടുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ട്. ഉത്തരം കണ്ടുപിടിക്കുക, എന്നിട്ട് അതിന്റെ ഡിജിറ്റുകളുടെ സം എടുക്കുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം പറയുന്നത് ദ ലീസ്റ്റ് നമ്പർ ഓഫ് സ്ക്വയർ ടൈൽസ് റിക്വയർഡ് ടു പേവ് എ ഫ്ലോർ ഓഫ് എ റൂം വിത്ത് ഡയമെൻഷൻസ് 15 മീറ്റർ 12 മീറ്റർ. അതായത് ഒരു റൂം ഉണ്ടായിരുന്നു 15 മീറ്റർ 12 മീറ്ററിൽ ഒരു റൂം ഉണ്ടായിരുന്നു. നമുക്കറിയേണ്ടത് ഇതിനകത്ത് കുറെ സ്ക്വയർ ടൈലുകൾ ഇടുന്നുണ്ട്. കുറെ സ്ക്വയർ ടൈലുകൾ ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നുണ്ട്, ഇങ്ങനെ പോകുന്നുണ്ട്. സ്ക്വയർ ടൈലുകൾ ഇടുമ്പം നമുക്ക് എത്ര കുറവ് സ്ക്വയർ ടൈൽ വരാം എന്നാണ്. അങ്ങനെ ഒരു കണ്ടീഷനിലുള്ള സ്ക്വയർ ടൈൽ വേണം. അതായത് ദ ലീസ്റ്റ് നമ്പർ ഓഫ് സ്ക്വയർ ടൈൽസ് റിക്വയർഡ്. അതായത് ഇപ്പം ഈ സ്ക്വയർ ടൈലുകൾ ഇടുമ്പോൾ ഈ സ്ക്വയർ ടൈലുകളുടെ എണ്ണം, അതായത് നമ്പർ, സ്ക്വയർ ടൈലുകളുടെ നമ്പർ ഇൻറ്റു ഒരു സ്ക്വയർ ടൈലിന്റെ ഏരിയ ഈക്വൽ ടു ആയിരിക്കണമല്ലോ ഈ 15, ഈ പറയുന്ന റെക്ടാങ്കുലർ, ഈ പറയുന്ന ഫ്ലോറിന്റെ ഏരിയ. അതായത് 15 × 12 15 × 12 നമ്പർ ഇൻറ്റു, അതായത് ടൈലുകളുടെ എണ്ണം ഇൻറ്റു ഏരിയ ആയിരിക്കും എന്ത്, ഈ പറയുന്ന ഫ്ലോറിന്റെ ഏരിയ. ഇവിടെ ഇപ്പൊ പറഞ്ഞതിന് കണ്ടീഷൻ എന്താണ്? പക്ഷേ ലീസ്റ്റ് നമ്പർ ഓഫ് സ്ക്വയർ ടൈലാണ് വേണ്ടുന്നത്. അതായത് ഇവിടെ ഇടുന്ന സ്ക്വയർ ടൈലിന്റെ സൈഡ്, അതായത് സ്ക്വയർ ടൈൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെന്ന് വെച്ചോ, സ്ക്വയർ ടൈലിന്റെ സൈഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന 12ന്റെയും 15നെയും ഒരേപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആയിരിക്കണം. ഏറ്റവും ഹയസ്റ്റ് നമ്പറും ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നാലേ നമുക്ക് സ്ക്വയറിന്റെ ഏരിയ കൂടിയാലല്ലേ സ്ക്വയറിന്റെ എണ്ണം കുറയത്തുള്ളൂ, എന്നാലേ ലീസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വരുന്ന നമ്പർ ഏതാണ്? ഈ 12ന്റെയും 15ന്റെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാനും പറ്റണം, ഹയസ്റ്റ് നമ്പർ ആയിരിക്കണം. ഇവരെ രണ്ടുപേരും ഡിവൈഡ് ചെയ്യുന്ന ഹയസ്റ്റ്. അതായത് എന്താണ്? 12ന്റെയും HCF ആണെന്ത്, 12ന്റെയും 15ന്റെയും HCF ആണെന്ത്, നമ്മുടെ സ്ക്വയറിന്റെ സൈഡ്. അതായത് HCF എന്തായിരിക്കും? A എന്ന് പറയുന്നത് 12-നകത്ത് 3 ഉണ്ട്, 15-നകത്ത് 3 ഉണ്ട്. A എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. അതായത് ഏരിയ എന്താണ്? A² എന്ന് പറയുന്നത് 9 ആണ്. അതായത് നമ്പർ ഇൻറ്റു 9 എന്ന് പറയുന്നതാണ് എന്ത് വരണ്ടേ? 15 × 12 എന്ന് പറയുമ്പോൾ 180 വരുന്നത്. 9 കൊണ്ട് ഇത് വെട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? 20 വരും. അതായത് ലീസ്റ്റ് നമ്പർ ഓഫ് സ്ക്വയർ ടൈൽസ് എത്രയാണ്? 20 സ്ക്വയർ ടൈൽസ് ആണ് ലീസ്റ്റ് നമ്പർ. കാര്യം വെച്ചാൽ മാക്സിമം ഏരിയ വരുന്ന ടൈലുകൾ ആണല്ലോ വളരെ കുറച്ച് എണ്ണം വേണ്ടി വരുന്നത്. ലീസ്റ്റ് മാക്സിമം ഏരിയ വരാവുന്ന ഏതാണ്? 9 ആണ്. അതായത് അതേ ഇൻറ്റു എണ്ണം എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ ഫ്ലോറിന്റെ ഏരിയ. അത് വെച്ച് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ടൈൽ എന്ന് പറയുന്നത് 20 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ടൈം ആൻഡ് വർക്കിന്റെ ചോദ്യമാണ്. അടുത്ത ചോദ്യം പറയുന്നത് A certain piece of work A can do a certain piece of work in 20 days. B is 25% more efficient than A and C is 20% more efficient than B. A and C work together for 5 days. B alone will complete the remaining work. അതാണ് നമുക്ക് അറിയേണ്ടത്. തന്നിരിക്കുന്നത് എന്താണ്? ടൈം ആൻഡ് വർക്കിന്റെ വീഡിയോ കണ്ടാൽ അറിയാം. A ചെയ്യുന്ന എത്ര? A ഒരു ഒറ്റയ്ക്ക് 20 ദിവസം കൊണ്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. പിന്നെ അവരുടെ എഫിഷ്യൻസികളുടെ റിലേഷൻ ആണ് ഇപ്പം B 25% മോർ ദാൻ A എന്ന് പറയുന്നതും C 20% മോർ ദാൻ B എന്ന് പറയുന്നത്. അതായത് എഫിഷ്യൻസികളെ നമുക്ക് ഇങ്ങോട്ട് എഴുതാം, റേഷ്യോയിൽ എഴുതാം. A B C എന്നുള്ള റേഷ്യോയിൽ എഴുതാം. B 25% മോർ എഫിഷ്യൻ തന്നെ. 25% ഫ്രാക്ഷൻ വാല്യൂ നമുക്ക് എത്ര അറിയാം? 1/4 ആണെന്നറിയാം. അതായത് A എന്ന് പറയുന്നത് 4 ആയിരുന്നെങ്കിൽ 4ന്റെ 1/4 എന്ന് 4ന്റെ 25% 4ന്റെ 1/4 ആണ്. 4ന്റെ 1/4 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 കൂടുതലാണ് B എന്നാണ് പറയുന്നത്. കാരണം 1 കൂടി കഴിഞ്ഞാൽ എത്ര വരും? 5 വരും. പിന്നെ പറഞ്ഞ C 20% മോർ ദാൻ B. 20% എന്ന് പറയുന്ന ഫ്രാക്ഷൻ വാല്യൂ എന്താണ്? 1/5 ആണ് 20% ഫ്രാക്ഷൻ വാല്യൂ. അതായത് B എന്നുള്ളത് 5 ആണെങ്കിൽ ബിയുടെ 1/5 എത്ര ആയിരിക്കും? 1 ആണ്. 5ന്റെ, അതായത് B 5 അല്ലേ? 5ന്റെ 1/5 1 ആണ്. അതായത് 1/5 കൂടുതലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5ന്റെ 1/5 ഇതിന്റെ കൂടെ പോകണം. അതായത് 5ന്റെ കൂടെ 1 കൂട്ടി കഴിഞ്ഞാൽ 6 വരും. ഇവരുടെ റേഷ്യോ ഇങ്ങനെ, എഫിഷ്യൻസി റേഷ്യോ ഇങ്ങനെ എഴുതി. അതായത് എയുടെ എഫിഷ്യൻസി 4 വന്നു. എന്നാൽ എയുടെ എഫിഷ്യൻസി ഇവിടെ 4 വരണമെങ്കിൽ ഇപ്പോൾ ടോട്ടൽ വർക്ക് എത്ര ആയിരിക്കണം? 80 ആയിരിക്കണ്ടേ? എന്നാലേ 20 ദിവസം കൊണ്ട് 80 വർക്ക് ചെയ്യുമ്പോൾ ഒരു ദിവസം 4 വർക്ക് ചെയ്യത്തുള്ളൂ. അതാണ് എഫിഷ്യൻസി. എയുടെ എഫിഷ്യൻസി കിട്ടി. ഇതെല്ലാം നമ്മൾ കറക്റ്റ് ആക്കി നമ്മൾ ടോട്ടൽ വർക്ക് കണ്ടുപിടിച്ച് 80 എന്ന് കണ്ടുപിടിച്ചു. നമുക്ക് അറിയേണ്ടത് എന്താണ്?
ബി ഒറ്റയ്ക്ക് അറിയേണ്ടത് എയും സിയും വർക്ക് ചെയ്ത് തുടങ്ങി. എയും സിയും 6ഉം 4ഉം 10. ഒരു ദിവസം അവർ 10 വർക്ക് ചെയ്ത്. അങ്ങനെ എത്ര ദിവസം ഒരു വർക്ക് ചെയ്ത്? 5 ദിവസം വർക്ക് ചെയ്ത്. അങ്ങനെ 50 വർക്ക് കംപ്ലീറ്റ് ആയി. ബാക്കി റിമൈനിങ് വർക്ക് എത്ര ഉള്ള നേരം? റിമൈനിങ് വർക്ക് എത്ര ആയിരിക്കും? 80 നിന്ന് 50 പോകുന്ന 30 ആയിരിക്കുമല്ലോ റിമൈനിങ് വർക്ക്. ചോദിച്ചത് ബി ഒറ്റയ്ക്ക് ഈ റിമൈനിങ് വർക്ക് എത്ര സമയം കൊണ്ട് തീർക്കും? ബി റിമൈനിങ് ആയിട്ടുള്ള 30 വർക്ക്. ബി ഒരു ദിവസം ബി എത്ര വർക്ക് ചെയ്യും? 5 വർക്ക് ബി ചെയ്യും. അന്നേരം 5 ഇൻറ്റു എത്ര ദിവസമായിരിക്കും? 30. അന്നേരം ടോട്ടൽ വർക്ക് ബൈ ബിയുടെ ഒരു ദിവസം വർക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ബി എത്ര ദിവസം കൊണ്ട് റിമൈനിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന കിട്ടും. ഇത് എത്രയാണ്? 6 ദിവസം കൊണ്ടാണ് എന്ത് ബി ബാക്കിയുള്ള റിമൈനിങ് വർക്കിനെ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ബൈ സെല്ലിംഗ് ആൻ ആർട്ടിക്കൽ ഫോർ 170 എ മാൻ ലൂസസ് 15%. വാട്ട് പെർസെൻറ്റേജ് വിൽ ഹി ഗെയിൻ ഓർ ലൂസ് ഇഫ് ഹി സെൽസ് ഇറ്റ് ഫോർ 206.4? അതായത് പറഞ്ഞിരിക്കുന്നത് 170 രൂപയ്ക്ക് ഒരു സാധനം വിറ്റപ്പോൾ ഒരാൾക്ക് 15% ലോസ് ഉണ്ടായി. അതായത് അയാൾ മേടിച്ച കോസ്റ്റ് പ്രൈസിന്റെ 85% എന്ത് ഈ പറയുന്ന 170 അല്ലേ? 15% ലോസ് കോസ്റ്റ് പ്രൈസിന്റെ ബാക്കിയുള്ള 85% എന്ത് ഈ 170. ഈ 85 ഇൻറ്റു 2 എന്ത് 170. കോസ്റ്റ് പ്രൈസ് എത്ര കിട്ടി? കോസ്റ്റ് പ്രൈസ് ഈ 100 അപ്പുറം പോവും. കോസ്റ്റ് പ്രൈസ് 200 കിട്ടും നമുക്ക്. പറഞ്ഞിരിക്കുന്നത് എന്താണ്? എത്ര ശതമാനം ഗെയിൻ ഓർ ലൂസ് ആയിരിക്കും എപ്പം 206.4 വിൽക്കുമ്പോൾ? 206.4 വിൽക്കുമ്പോൾ എത്ര ശതമാനം ഗെയിൻ? ഇവിടെ ഇപ്പോൾ 200 എത്ര കൂടുതൽ? 6.4 കൂടുതൽ. അന്നേരം ഗെയിനും ലോസും നമ്മൾ കോസ്റ്റ് പ്രൈസിനെ അടിസ്ഥാനമാക്കിയത് 6.4 200 ഇൻറ്റു 100 ചെയ്യുന്നതാണ് എന്ത്? പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ്. ഇവിടെ പ്രോഫിറ്റ് ആണ്. 200 6.4 കൂടുവാണ്. എന്നിട്ട് ഇവിടെ പ്രോഫിറ്റ് ആണ് ഉണ്ടായത്. വെട്ടി ഇത് എത്രയായി? 3.2 3.2% എന്താണ് ഇവിടെ? പ്രോഫിറ്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഗെയിൻ ഓഫ് 3.2%. പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ എളുപ്പത്തിലുള്ളൊരു ചോദ്യമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു പാർട്ട് വീഡിയോ ഇന്ന് കംപ്ലീറ്റ് ആയി. ഈ 17 നവംബർ അതിന്റെ സെക്കൻഡ് ഷിഫ്റ്റിന്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.